ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു FM റേഡിയോ പരിചയപ്പെടാം. FM റേഡിയോയുടെ ബോർഡ് പരിചയപ്പെടാം. ഇത് 1619 IC വെച്ച് ചെയ്ത് വരുന്ന ഒരു FM ബോർഡാണ്. ഇത് സപ്ലൈ വോൾട്ടേജ് 12 വോൾട്ട് കൊടുക്കാം. റെസിസ്റ്റൻസ് ഇതിനകത്ത് ഇട്ടേക്കുന്ന 100 ഓംസ് റെസിസ്റ്റൻസ് ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് 6 വോൾട്ട് കൊടുക്കാം. 6 വോൾട്ടിൽ വർക്ക് ചെയ്യും ബോർഡ്. നല്ല ക്ലിയറൻസ് ഉള്ള ഔട്ട്പുട്ടാണ് ഇതിൻ്റെ. അതായത് നമ്മുടെ സിഗ്നൽ LED ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇത് സ്റ്റീരിയോ ബോർഡല്ല, ഇത് മോണോ ബോർഡാണ്. അന്നേരം അവർ ഇത് സ്റ്റീരിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 കപ്പാസിറ്റർ ഇട്ടേക്കുന്നത്. അതൊന്ന് ഒരു കപ്പാസിറ്ററിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറൊരു കപ്പാസിറ്റർ കൊടുത്തേക്കുവാണ്. 2 ചാനലാക്കി എടുത്തേക്കുന്നതാണ്. പക്ഷേ IC എന്ന് വരുന്ന കാല് ഒറ്റ ഒരു ലെഗിൽ വന്നിട്ട് അതിൽ നിന്ന് 2 കപ്പാസിറ്റർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കുക. അത് ഓൾറെഡി ഇത് ആദ്യം വിചാരിക്കും 2 ചാനലായിരിക്കും. ഇത് ഒരിക്കലും 2 ചാനലല്ല. ഇത് മോണോ ചാനലാണ്. ഫ്രീ ആംപ്ലിഫയർ സെക്ഷനാണിത്. ഫ്രീ ഔട്ടാണ് ഇത് വരുന്നത്. അന്നേരം ഇതിൻ്റെ സ്പീക്കർ ഔട്ട് വരുന്ന ബോർഡുണ്ട്. ഇത് ഫ്രീ ഔട്ട് വരുന്ന ബോർഡാണ്. അന്നേരം നമുക്ക് ഈ ബോർഡ് ഇവിടെ നമുക്കൊരു ആംപ്ലിഫയറെ വെച്ച് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ എടുത്തിരിക്കുന്ന ആംപ്ലിഫയർ ഇത് TDI 2030 ഒരു ബോർഡാണ്. 2030 ഇത് മാർക്കറ്റിലെല്ലാം കിട്ടുന്നത്. ഒരു 200 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ബോർഡാണിത്. അതുപോലെ തന്നെ ഇതും ഏതാണ്ട് 180, 190, 200 രൂപയ്ക്ക് അടുപ്പിച്ച് വരുന്ന 200 രൂപ താഴെ നിൽക്കുന്ന ഒരു ബോർഡാണ് ഈ ബോർഡ്. അന്നേരം നമുക്ക് വീട്ടിൽ തന്നെ ഒരു FM ബോർഡ്, അടിപൊളി ഒരു പവർഫുള്ളായിട്ടൊരു FM റേഡിയോ എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അന്നേരം ഇതിൻ്റെ കണക്ഷനിലോട്ട് പോകാം. നമുക്കന്നേരം ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടാണിത്. ഇത് FMൻ്റെ ഫ്രീ ഔട്ട് ഇത് ഫ്രീ ഔട്ട് വരുന്ന ഇത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ കപ്പാസിറ്റർ സ്പ്ലിറ്റ് ചെയ്ത് 2 ചാനൽ വരുവാന്ന്. അന്നേരം ആ 2 ചാനലിൻ്റെ ഇത് ലൈനാണിത്. ഇത് എർത്ത്, ഇത് 2 ചാനലാണ്, ലെഫ്റ്റും റൈറ്റും ചാനലാണ്. ഇത് മോണോ ബോർഡാണ്. അന്നേരം കപ്പാസിറ്റർ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇത് നമ്മൾ എങ്ങനെ ഒരു ആംപ്ലിഫയറിലോട്ട് കൊടുക്കാമെന്ന് നോക്കാം. അന്നേരം ഇത് കൊടുക്കുന്നതിന് മുന്നേ ഒരു വോളിയം കൺട്രോൾ വേണം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 47K ഒരു വോളിയം കൺട്രോളാണ്. അന്നേരം അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആംപ്ലിഫയറിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കൺട്രോൾ വരത്തില്ല, വലിയ വോളിയം എത്തി കേൾക്കാം. നമുക്ക് വോളിയം കുറയ്ക്കണമെങ്കിൽ നമുക്കൊരു 47Kയുടെ ഒരു വോളിയം എടുത്തിട്ട് അതേ നമുക്ക് സെറ്റ് ചെയ്യാം. വേണ്ട, അന്നേരം നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ട എർത്ത്. അന്നേരം ഇതിൻ്റെ ഔട്ട് രണ്ടും ഈ വോളിയം കൺട്രോളിൻ്റെ നടുക്ക് വരുന്ന ഭാഗത്ത് കണക്ട് ചെയ്യണം. ഈ പച്ച 2 നടുക്ക് വരുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യണം. അന്നേരം ഈ 2 പോയിൻ്റ് ഔട്ടാണ്. ആംപ്ലിഫയറിൻ്റെ ഔട്ടേ പിടിച്ച് കൊടുക്കണം. ആംപ്ലിഫയറിന് ഇൻപുട്ട്, ആംപ്ലിഫയറിലോട്ട് പോകുന്ന ഇൻപുട്ടേ കൊടുക്കണം, ഔട്ടല്ല ഇൻപുട്ടേ കൊടുക്കണം. നമുക്കിത് കണക്ട് ചെയ്യാം. അന്നേരം നമുക്ക് ആദ്യം എർത്ത് പോയിൻ്റ് കണക്ട് ചെയ്യാം. നമ്മൾ എർത്ത് അവിടെ കൊടുത്ത്, അന്നേരം ഈ പച്ച 2 വയറും ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും. അന്നേരം നമ്മൾ പച്ച 2 ഈ വോളിയം കൺട്രോളിൽ തന്നെ നടുക്ക് ഉള്ള ലെഗിലോട്ട് കൊടുക്കാം. അന്നേരം ആദ്യമായിട്ടൊരു FM സെറ്റ് ചെയ്തെടുക്കുവാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അന്നേരം നമ്മൾ ആ ലെഗ് 2 എണ്ണം ഈ വോളിയം കൺട്രോളിൽ തന്നെ നടുക്ക് കൊടുത്ത്, അന്നേരം ഈ 2 പോയിൻ്റ് വരുന്ന ഔട്ടാണ്. അത് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കാം. മെയിൻ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 2030 ആംപ്ലിഫയർ. എന്നാൽ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്, വയർ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അന്നേരം ഇതിന് വരുന്ന 3 വയറാണ് ഇൻപുട്ട്, ലെഫ്റ്റും റൈറ്റും. അന്നേരം ഈ മഞ്ഞ വരുന്നത് എർത്തും ഈ നീല 2 വരുന്നത് ലെഫ്റ്റും റൈറ്റുമാണ്. അത് നമുക്ക് ഇതിലോട്ട് വോളിയം കൺട്രോൾ എങ്ങനെ കൊടുക്കാൻ നോക്കാം. അന്നേരം ഈ വോളിയം കൺട്രോളിൻ്റെ ഈ വരുന്ന ലാസ്റ്റ് വരുന്ന 2 ലൈനെ കൊടുക്കണം. ഈ നീല വയർ. നീല വയർ 2 കൊടുത്ത്, അതായത് ഇതിൻ്റെ എർത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. എർത്ത് നമുക്ക് ഈ
ഈ നമ്മൾ ആദ്യം പറഞ്ഞ ആ FM റേഡിയോയുടെ ബോർഡ് എർത്ത് കൊടുത്തത്, എന്നാൽ ആംപ്ലിഫയറിൻ്റെ എർത്തും ഈ ഭാഗത്ത് തന്നെ കൊടുക്കുക. എന്നാൽ കണക്ഷൻ ഓക്കെ ആയി. എന്നാൽ നമ്മൾ വോളിയം കൺട്രോൾ കൊടുത്ത്. അന്നേരം ഒന്നുകൂടെ പറയാം, ഈ FM ബോർഡിൻ്റെ ഫ്രീ 3 വയറാണ് ഓഡിയോ ഔട്ട് വരുന്നത്. ഓഡിയോ ഔട്ട് വരുന്നത് വോളിയം കൺട്രോൾ ഇങ്ങനെ പിടിച്ചിട്ട് ആ സെൻറ്ററിൽ നടുക്ക് വരുന്ന 2 പോയിൻറ്റ്, ഇത് ഡുവൽ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറം ആ നടുക്കലത്തെ പിന്നിൻ്റെ 2 കൊടുക്കണം ഓഡിയോ സിഗ്നൽ. ഈ FM ബോർഡിൻ്റെ ഓഡിയോ ഔട്ട് വരുന്നത്. അടുത്ത 2 ലെഗ് എന്ന് വെച്ചാൽ ആംപ്ലിഫയറിലോട്ടുള്ളതാണ്, ഔട്ടാണിത്. ഔട്ട് വോളിയം കൺട്രോളിൽ നിന്നുള്ള ഈ FMൻ്റെ ഔട്ട് തന്നെയാണ് ഈ പോയേക്കുന്നത്. അത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുക. അത് നമ്മൾ കണക്ഷൻ കൊടുത്തു ഓൾറെഡി. എന്നാൽ നമുക്കിത് 12 വോൾട്ടല്ല വർക്ക് ചെയ്യുന്നത്. അന്നേരം 2 ബോർഡിൻ്റെയും വോൾട്ടേജ്, 2 സപ്ലൈ, അത് 2 ഒരുമിച്ച് പിരിച്ചു കൊടുത്തേക്കുവാണ്. ഒരുമിച്ച് പിരിച്ചു കൊടുത്തേക്കാണ്. അന്നേരം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത എൻ്റെ നേരത്തെ പഴയ ഒരു പവർ സപ്ലൈ ആണ്, 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോർ വെച്ച് 12 വോൾട്ടിൻ്റെ ഇതാണ്. നമുക്ക് അന്നേരം അതേ കൊടുക്കാം. അന്നേരം സെറ്റ് ഓണായിട്ടുണ്ട്. എന്നാൽ നമുക്കത് ട്യൂൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഞാനകത്തിരിക്കുന്ന വീടിനകത്താണ് സിഗ്നൽ കുറച്ചേ കിട്ടത്തുള്ളൂ. വയറൊക്കെ നീട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേഷനിൽ കിട്ടും. നമുക്ക് അടുത്ത സ്റ്റേഷൻ നോക്കാം. ഉടനെ തന്നെ വണ്ടി നിർത്തിയിട്ട് നമ്മളൊന്ന് റിഫ്രഷ് ആകണം. 2 സ്റ്റേഷൻ ഞങ്ങളുടെ ഇവിടെ കിട്ടത്തുള്ളൂ. വേറെ വയറ് നേരത്തെ എടുക്കാമെങ്കിൽ കുറച്ചുകൂടെ നീളത്തിട്ട് FM സ്റ്റേഷൻ കൂടുതൽ കിട്ടും. നല്ലൊരു ബോർഡാണ്. സിഗ്നലിൻ്റെ LED ആണ് ഈ കത്തി കിടക്കുന്നത്. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക. അന്നേരം അടുത്ത ഒരു വീഡിയോ കാണുന്നത് വരെ നമുക്ക് പവർഫുൾ ആംപ്ലിഫയറാണ്. അടുത്തൊരു വീഡിയോ കാണുന്നത്. അന്നേരം നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു FM റേഡിയോ നിങ്ങളുടെ വീട്ടിലും തയ്യാറാക്കാം. ഇത് എല്ലായിടവും കിട്ടുന്ന ബോർഡാണിത്. നല്ലൊരു ഫ്രീക്വൻസി ഔട്ട്പുട്ടുള്ള ബോർഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, ബൈ.